ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ പുറത്തുവിടും. ആ തെളിവുകൾ വിത്ത് എവിഡൻസ്, സോളിഡ് എവിഡൻസ് ഞാനത് ഔട്ട് ചെയ്യും. സ്പിരിറ്റ് കണക്ഷൻ, സ്പിരിറ്റ് മാത്രമൊന്നുമല്ല, നിങ്ങളീ പറഞ്ഞ ഈ ഇല്ലജിറ്റിമേറ്റ് കണക്ഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ഔട്ട് ചെയ്യും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരിക്കലും കോടിയേരിക്ക് ബദലാവില്ല. എം വി ഗോവിന്ദൻ ഉറപ്പ്. ബാലകൃഷ്ണേട്ടൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ബാലകൃഷ്ണേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ച് ബാലകൃഷ്ണേട്ടന് വല്ലാതെ അടുക്കുന്നൊരു സ്വഭാവക്കാരനാണ്. ഈ പാർട്ടിക്ക് ഭാഗ്യമില്ലാതെ പോയി. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇതിൻ്റെ പുറകിലുള്ള കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കണം, അതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് ഈ പാർട്ടി ചെയ്തില്ല. ഈ ഭരണം വന്നതിന് ശേഷമുള്ളൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വം വന്നതോടുകൂടി പാർട്ടി അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നാകെ അതിൻ്റെ റിതം മാറി, അത് മറ്റൊരു ട്രാക്കിലേക്ക് പോയി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പാർട്ടിക്ക് ഇത്ര വലിയ അപജയം വന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം ഒരാളുടെ കരിഷ്മയിലാണ് ഇപ്പോൾ പോകുന്നത്. അത് മാത്രമാണ് പ്ലസ്. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഏത് നേതാവിൻ്റെ മുമ്പിലും പതറാതെ പറയാനുള്ള നല്ല കാലിബർ എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്ന് മാറി നിന്നു എന്ന് വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളണം, ശശി മരണപ്പെട്ടു. എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്, എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ കാരണം. ഇടതുപക്ഷ വിരുദ്ധമായ ഒരു വിധിയെടുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ രാഷ്ട്രീയ നീക്കം പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെയാണോ അതോ CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണോ? ഇപ്പം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, പാർട്ടിയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വല്ലാത്ത ഒരു അപകടത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ അപകടം ഒരു 5 വർഷത്തെ പഴക്കമുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പാർട്ടിക്ക് ഇത്ര വലിയ അപജയം വന്നിട്ടുള്ളത്. പാർട്ടി കമ്മിറ്റികളിൽ കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടാക്കുക, ഭീഷണിപ്പെടുത്തുക, ഓഫർ കൊടുക്കുക, അവരുടെ ജോലി കളയുമെന്ന് പറയുക, അവരെ സഹായിക്കാൻ പുതിയ പദ്ധതികളുണ്ടെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുക, ഈ വക വഴികളിലൂടെ പാർട്ടി കമ്മിറ്റികളിലെ മെമ്പർമാരെ സ്വാധീനിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തി. അപ്പോൾ ഈ പാർട്ടിയുടെ ഇതിനു മുമ്പ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരായിരുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം പാലക്കാട് ജില്ലയിൽ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഭരണം വന്നതിന് ശേഷമുള്ളൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വം വന്നതോടുകൂടി പാർട്ടി അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നാകെ അതിൻ്റെ റിതം മാറി, അത് മറ്റൊരു ട്രാക്കിലേക്ക് പോയി. പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുക, അവിടെ നിന്ന് ഉയർന്നു വരാത്ത പ്രശ്നങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുക, അതിന് പറ്റിയ കുറേ ആളുകളെ ആ കമ്മിറ്റിയിൽ ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ ഒരു കൃത്രിമമായൊരു കമ്മീഷൻ വയ്ക്കുക, ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആളുകളെ പുറത്താക്കുക, ഒഴിവാക്കുക. പകരം ആ സ്ഥാനത്തേക്ക് തനിക്ക് താല്പര്യമുള്ള ആളുകളെ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ആ കമ്മിറ്റി പിടിച്ചെടുക്കുക. അങ്ങനെയാണ് പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും മഹാഭൂരിപക്ഷം ലോക്കൽ കമ്മിറ്റികളും ഇപ്പോൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇപ്പോൾ അത് അതിൻ്റെ സ്ട്രക്ചർ ആ രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. മറ്റത് അങ്ങനെയല്ല. അങ്ങനെ വന്നാലുണ്ടാകാവുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനക്കകത്ത് ഉണ്ടാകേണ്ട അതിൻ്റെ ഒരു ആളുകൾ തമ്മിലുണ്ടാകേണ്ട ഒരു ജൈവപരമായ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം പൂർണ്ണമായും വേറിട്ട് പോവുകയാണ്. മാത്രമല്ല, പാർട്ടിക്കകത്ത് ഉള്ളു തുറന്നതും നിർഭയവുമായ ചർച്ച, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ സവിശേഷത. ആ ചർച്ചയുടെ വാതിൽ എന്നേക്കുമായി അടക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ദുരന്തം. കുറച്ചൊരു 3-3.5-4 കൊല്ലത്തിന് ശേഷമുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സഖാക്കൾ, പാർട്ടി പ്രവർത്തകർ. സജീവമായി രംഗത്ത് നിന്നിരുന്ന പാർട്ടിയുടെ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിരുന്ന സഖാക്കൾ, വർഗ ബഹുജന സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാക്കൾ, ഇവർക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിയുടെ സഖാക്കളുടെ വികാരം മനസ്സിലാക്കാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ അതെല്ലാം താളം തെറ്റി പോവുകയാണ് ചെയ്തത്.
അതുകൊണ്ടാണ് ഒരാളുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞത്. പിണറായി സെക്രട്ടറി ആകുമ്പോൾ, പാർട്ടി സെക്രട്ടറി ആകുമ്പോഴും ഓരോ പാർട്ടി കമ്മിറ്റിയിലെയും പ്രശ്നങ്ങൾ സൂക്ഷ്മമായി അദ്ദേഹം പരിശോധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ബാലകൃഷ്ണേട്ടൻ പിന്നീട് സെക്രട്ടറിയായി. ബാലകൃഷ്ണേട്ടൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ വളരെ വളരെ സഖാക്കളെ ആകെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട്, പ്രശ്നങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മർമ്മം കണ്ടെത്താനും അത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള ഒരു നല്ല എഫർട്ട് സംഘടനാ തലത്തിൽ നടത്തിയ പാർട്ടി സെക്രട്ടറിയാണ് സഖാവ് കോടിയേരി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സവിശേഷത, ആരെയും പാർട്ടിയിൽ നിന്ന് കളയാൻ പാടില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കണം, എല്ലാവരെയും യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ച് പാർട്ടിക്ക് ക്ഷീണം വരാത്ത രൂപത്തിൽ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുക. കടുത്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേസുകൾ ഒഴിച്ച് ബാക്കിയുള്ള കേസുകളിലെല്ലാം എല്ലാവരെയും യോജിപ്പിക്കുക എന്ന നല്ല സമീപനമാണ് കോടിയേരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് ഈ അടുത്ത കാലത്തായിട്ട് ഇല്ലാതെ പോയി. കോടിയേരിയുടെ എം വി ഗോവിന്ദൻ ഒരു പരാജയമാണെന്നാണോ? എം വി ഗോവിന്ദൻ പരാജയമാണ് എന്നൊക്കെ വിലയിരുത്തേണ്ടത് പാർട്ടിയുടെ ഉന്നതമായിട്ടുള്ള നേതൃത്വമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരിക്കലും കോടിയേരിക്ക് ബദലാവില്ല എം വി ഗോവിന്ദൻ. ഉറപ്പ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയും നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു ഏത് കാര്യത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താ? വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് നല്ല പക്വതയുള്ള ഒരാളായി മാറണം. ഒരു പക്വതയുള്ള ലീഡർഷിപ്പ്, കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കാനും ഞാൻ പറഞ്ഞു വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി ഇടപെടാനുമുള്ള ശേഷിയാണ് ഒരാളെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് കേഡറാക്കി മാറ്റുന്നത്. അത്തരത്തിലുള്ള ഏറ്റവും ഉന്നതമായ ഗുണങ്ങളുള്ള, ഏറ്റവും ഉത്തമമായ ഗുണങ്ങളുള്ള ഒരാളായിരിക്കണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കസേര ഇരിക്കേണ്ടത്. ഒരുപാട് ആളുകൾ പാർട്ടി സെക്രട്ടറിമാരായിട്ടുണ്ട്. അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ള സമീപനമാണോ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ ഒരു സെൽഫ് ക്രിട്ടിക്കലായി ഒരു പരിശോധന നടത്തണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ പറയുന്ന കാര്യങ്ങളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാകണം, അതുണ്ടാകുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ മത്സരരംഗത്തേക്ക് ഇറക്കുന്നു. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാർട്ടിയിൽ വിമർശനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശക്തമായ വിമർശനമുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. NN കൃഷ്ണദാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഒരുപാട് പരിലാളനകൾ താങ്കൾക്ക് നൽകി, ഒരുപാട് ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ഇപ്പോൾ ഒടുവിൽ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടി കൊടുത്ത ആ ഒരു സംഭാവനകൾ താങ്കൾ തിരിച്ചു കൊടുത്തില്ല. പാർട്ടി എന്നെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ഏതെല്ലാം ചുമതലകളുണ്ടോ ആ ചുമതലകളെല്ലാം ഏറ്റവും സത്യസന്ധമായും അർപ്പണബുദ്ധിയോടും കൂടി നിർവഹിച്ച ഒരാളാണ് ഞാൻ. ആ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ പടിയിറങ്ങിയത്. എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഞാൻ പെട്ടെന്നൊരു ദിവസം പാർട്ടി ലീഡർഷിപ്പിലേക്ക് വന്നയാളല്ലല്ലോ. ഞാൻ നിങ്ങൾക്കറിയില്ല, ഒരു കടുത്ത കോൺഗ്രസ് കുടുംബത്തിൽ, ഈ കുടുംബമെന്ന് പറയുന്നത് കടുത്ത കോൺഗ്രസ് കുടുംബമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും വിരോധം മാത്രമല്ല, തീർത്താൽ തീരാത്ത അറപ്പും ഒക്കെ ഉണ്ടായിരുന്നൊരു കുടുംബമാണ് ഈ കുടുംബം. ഈ കുടുംബത്തിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഞാൻ വന്ന ഒരാളാണ്, ഏറ്റവും ചെറുപ്രായത്തിൽ. അങ്ങനെ വന്ന് SFIയുടെ വിവിധ നിലവാരങ്ങളിൽ പ്രവർത്തിച്ചു. എമർജൻസി പീരീഡിൽ പിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കില്ലേ. വളരെ ശക്തമായ വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ളൊരു മണ്ണിൽ CPIMൻ്റെ വേരോട്ടം ഉറപ്പിക്കാൻ വേണ്ടി വളരെ നല്ല എഫർട്ടാണ് ഞാൻ നടത്തിയത്. ഒരു നല്ല ടീമിനെ ഞാൻ ഉണ്ടാക്കി. ആ ടീമിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ സജ്ജമാക്കി. പാർട്ടിയുടെ ഘടനയെ ഞാൻ മാറ്റിയെടുത്തു. അതുവഴി പാർട്ടിക്ക് വളർച്ച തന്നെ ഉണ്ടായത്. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ, അത് പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി ആയിരുന്നു. അദ്ദേഹവുമായിട്ടൊക്കെ തന്നെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് ഗൗരവമായിട്ടുള്ള ഒരു സംഘടനാ പ്രശ്നം നിങ്ങൾക്കറിയാം. മലപ്പുറം സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഉയർന്നു വന്നപ്പോൾ ഈ ജില്ലയിലെ പാർട്ടി അപകടപ്പെടുത്താൻ വേണ്ടി നടന്ന പരിശ്രമത്തിനെതിരായുള്ള പോരാട്ടത്തിൻ്റെ ഫോർഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അതിന് തടി കൊടുത്തയാളാണ് ഞാൻ. കാരണം ആ സമ്മേളനത്തിൽ എന്നെ പരാജയപ്പെടുത്തി. അതൊരു ഫൈറ്റിൻ്റെ, ഒരു ഇന്നർ പാർട്ടി ഫൈറ്റിൻ്റെ ഭാഗമാണ്.
പാർട്ടി അപകടപ്പെടുത്താൻ വേണ്ടി നടത്തിയ നീക്കത്തിനെതിരായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന് ഏറ്റവും നേതൃത്വപരമായ പങ്ക് വഹിച്ചവരിൽ അപ്രധാനിയല്ലാത്ത ആളാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ. അത്ര ആ യോഗ്യത എനിക്ക് വേണ്ടു. ആ പാർട്ടി നേതൃത്വം ആ കാലഘട്ടം മുതൽ വിജയേട്ടനുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം കൂടി എനിക്കുണ്ടായി. കാരണം സംഘടനയിലുണ്ടായിട്ടുള്ള ഒരു ബന്ധം, വ്യക്തിപരമായ ബന്ധം, ആ ബന്ധം ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ആയിട്ടുള്ള ബന്ധം വളരെ വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹം മാറി ബാലകൃഷ്ണേട്ടൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ബാലകൃഷ്ണേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ച് ബാലകൃഷ്ണേട്ടന് വല്ലാതെ അടുക്കുന്നൊരു സ്വഭാവക്കാരനാണ്. ഈ പാർട്ടിക്ക് ഭാഗ്യമില്ലാതെ പോയി, ഞങ്ങൾക്കും ഭാഗ്യമില്ലാതായി പോയി. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല, ഈ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നില്ല. അത്രയധികം സഖാക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു ലീഡർ, അത് മറക്കാൻ കഴിയില്ല. എൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ, എൻ്റെ ദൈവം എൻ്റെ അമ്മയാണ്. മരിച്ചപ്പോൾ ആദ്യം ഇവിടെ എത്തിയത് കോടിയേരിയാണ്. ഫസ്റ്റ് ഇവിടെ എത്തുന്നത് കോടിയേരി എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. പിണറായിയും ആ രൂപത്തിൽ തന്നെയാണ്. വ്യക്തിപരമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. ഈ രണ്ടു പേർക്കും ഒരു പ്രത്യേക സവിശേഷത ഉണ്ടായിരുന്നത്, ഈ എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വരുന്നു എന്ന് കാണുമ്പോൾ നന്നായി ഇടപെടും. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല അവർക്ക്, ശക്തമായിട്ട് ഇടപെടും. അത് എന്നെ കൂടുതൽ അവരിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പാർട്ടി അറിഞ്ഞു നൽകിയ അംഗീകാരമാണ് മത്സരിക്കാനുള്ള തീരുമാനം. സ്വപ്നത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും എൻ്റെ ഒരു ക്രേസ് എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ ഒരു ദിവസം എന്നെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ആലോചിക്കുന്നത് നിന്നെ മത്സരിപ്പിക്കാനാണ്. ബാലകൃഷ്ണേട്ടൻ വേറൊന്നു കൂടി പറഞ്ഞു, നിൻ്റെ ഒരു സ്വഭാവം വെച്ച് എനിക്കതൊന്നും പറ്റൂല എന്ന് പറയുന്നൊരു മട്ടിലാണ് നീ നിൽക്കുക, അതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ എന്നാണ് എന്നോട് പറയുന്നത്. അന്ന് ഇത് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യം തീരുമാനമെടുത്തു, സ്വീകരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം MLA ആയി. ആ 5 വർഷക്കാലം MLA എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഷൊർണൂരിൽ അന്വേഷിച്ചാൽ അറിയാം, ഏറ്റവും വിശ്വസ്തമായി ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും നല്ല വികസന പ്രവർത്തനം നടന്നൊരു കാലഘട്ടം. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഞാൻ MLA ആയിരുന്ന 5 കൊല്ലമായിരുന്നു എന്നുള്ളത് നിങ്ങളവിടെ ആരോട് വേണമെങ്കിൽ അന്വേഷിച്ചോളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. എണ്ണി എനിക്ക് പറയാൻ കഴിയും ഓരോ പദ്ധതികളെക്കുറിച്ചും. അതിനുവേണ്ടി ഞാൻ നടത്തിയൊരു എഫർട്ടുണ്ട്. നല്ല രൂപത്തിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം MLA പിന്നെ മത്സര രംഗത്തു നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെടില്ല ഇത് മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, ഞാൻ അംഗീകരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ ബാലകൃഷ്ണേട്ടനാണ് എന്നെ വിളിച്ചു പറയുന്നത്, നിന്നെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ എടുത്ത വഴിക്ക് മറുപടി പറഞ്ഞു, ബാലകൃഷ്ണേട്ടാ എനിക്കറിയില്ലത്, ഈ പണിയൊന്നും എനിക്ക് ചേരില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ KTDC ആയിട്ടുള്ള എൻ്റെ ബന്ധം, ജീവിതത്തിൽ ഒരിക്കൽ ഈ തിരുവനന്തപുരത്തുള്ള ചൈത്രം എന്ന് പറയുന്നൊരു ഹോട്ടലിൽ ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങിയിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് കൂടിയിട്ട്. അന്ന് അതോടുകൂടി മടുത്തു, അത്ര മോശമായിരുന്നു ആ ലോഡ്ജ്. അതിപ്പോൾ ഏറ്റവും നല്ല സ്റ്റാർ ഹോട്ടലാട്ടോ. ഈ ഒരു തവണ അവിടെ താമസിച്ചതല്ലാതെ എനിക്ക് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ടൊരു ബന്ധമില്ല ബാലകൃഷ്ണേട്ടാ. അന്നേരം മൂപ്പരുടെ ഒരു മറുപടി, പറ്റൂല അല്ലേ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ആ പിണറായിയോട് പോയിട്ട് പറ എനിക്ക് പറ്റൂല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞ് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു, എന്നാൽ ഉത്തരവ് കയ്യിൽ കിട്ടിയ ഉടൻ തിരുവനന്തപുരത്ത് വന്ന് ചുമതല ഏറ്റെടുക്കണം.
ശരി, വന്നതിന് ശേഷം കാണണം കേട്ടോ. ഞാൻ ചുമതല ഏറ്റെടുത്തു. ഈ രാജിവെക്കുന്ന നിമിഷം വരെ ഒരു പ്രയാസവും KTDCക്ക് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, 15 കൊല്ലത്തിൽ ഇതാദ്യമായി KTDCയെ ലാഭത്തിലേക്ക് കൊണ്ടുവന്ന വർഷങ്ങളാണിത്. പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്നത്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിലേക്ക് കൊണ്ടുവരിക, പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? എനിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് എന്നെ സ്വീകാര്യമാണ്, പക്ഷെ നോക്കൂ, പാർട്ടിക്ക് എന്നെ സ്വീകാരനല്ല, പാർട്ടിക്ക് ഞാൻ സ്വീകാരനല്ല. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് നടപടിക്ക് വിധേയനായ എന്നെ പറ്റി CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? 41,000 വരുന്ന പാർട്ടി മെമ്പർമാരുടെ ഒരാളാണ് അയാൾ, എന്നെ പറ്റിയിട്ട്. അതിൻ്റെ തുടർച്ചയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു കമൻറ്റ് വരുന്നു. അദ്ദേഹവുമായിട്ട് പ്രശ്നങ്ങളുണ്ടല്ലോ പാർട്ടിക്ക്, അതുകൊണ്ടാണല്ലോ അയാൾ ബ്രാഞ്ചിലിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. അതൊരു തുടർച്ചയായി അവഹേളിക്കപ്പെടുന്നു എന്ന് വന്നപ്പോഴാണ് ഇനി ഞാൻ ഈ ചുമതല ഏറ്റെടുക്കണ്ട. ഒരു വല്ലാത്ത പ്രശ്നം. ഈ പുതിയ രാഷ്ട്രീയനൊക്കെ ഒരുപാട് ആലോചിച്ചെടുത്താണോ അതോ പെട്ടെന്നുള്ള സാഹചര്യം എടുത്തു? അല്ല, പെട്ടെന്നുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറേ കാലമായല്ലോ. അതായത് പാർട്ടിക്കകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങയോട് ഞാൻ പറഞ്ഞല്ലോ, ഈ പാർട്ടിക്കകത്ത് ഉള്ളു തുറന്ന ചർച്ച നിരുത്സാഹപ്പെടുത്തുന്നതോടുകൂടി പാർട്ടി ജീവിതമില്ലാതാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു ജീവിതമുണ്ട്, ഒരു ഇന്നർ പാർട്ടി ലൈഫുണ്ട്. ആ ലൈഫ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സഖാക്കൾ തമ്മിലുള്ള, കാഡർമാർ തമ്മിലുള്ള ഒരു വല്ലാത്ത വൈകാരികമായ അടുപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയവുമായി സംവദിക്കുന്നൊരു ബന്ധം. ആ ജൈവപരമായ ബന്ധം അറ്റുപോയാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ജീവിതമില്ല. പിന്നെ മെക്കാനിക്കൽ മോഡലാണ് പോവുക. ഒരു മെക്കാനിക്കൽ മോഡിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം പോകുന്നതോടുകൂടി പാർട്ടിയുടെ ചൈതന്യം, പാർട്ടിയുടെ ചേതന ഇല്ലാതാവുകയാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഉണ്ടായതിൻ്റെ മടുപ്പ് എനിക്ക് മാത്രമല്ല, സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വല്ല ആളുകളെയും CPIMൻ്റെ വിവിധ ഘടകങ്ങളിലുള്ള ഉന്നത നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളുമായി വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളായിരിക്കും നിങ്ങൾ പലരുമായിട്ടും. സ്വകാര്യ സംഭാഷണം നടത്തി നോക്കൂ, അവരെല്ലാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു മടുപ്പുണ്ട്. പലരും പറയില്ലത്. ചിലർ ഭയപ്പെട്ട് പറയില്ല, ചിലർക്ക് ഭയപ്പാടാണ്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര വയസ്സായില്ലേ, ഇനി വേറൊന്നിനെ പറ്റി ചിന്തിക്കണ്ട, അങ്ങനെ പോട്ടെ. ഇങ്ങനെ പറയുന്ന നിരവധി ആളുകൾ ഈ ജില്ലയിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പം നമ്മളൊക്കെ ഏറ്റുമുട്ടി നിന്ന ആളാണ്, ശത്രുക്കളുമായിട്ട് രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടി നിന്നയാളാണ്. ഒരു പതറിച്ച ഉണ്ടായിട്ടില്ല. പക്ഷെ പതറിപ്പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, കിട്ടേണ്ട നീതി പാർട്ടിയിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ അതൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല. പിന്നെ വ്യക്തിപരമായി എന്നെപ്പറ്റി വന്ന ചില ആളുകൾ പറയുന്ന ആക്ഷേപങ്ങൾ, അത് നിങ്ങൾ എൻ്റെ നാട്ടിൽ അന്വേഷിക്കേണ്ടത്. ഞാൻ ഈ ഗ്രാമീണനാണ്, എൻ്റെ ഗ്രാമമാണത്. എൻ്റെ ഗ്രാമത്തിലെ മനുഷ്യനോട്, സാധാരണ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായി. ഈ ജില്ലയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെയധികം നിർണായകമായ പങ്കുവച്ചു. MLA ആയി. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് കാലിടറിയോ? താങ്കൾക്കെതിരായ പീഡന പരാതി? അതെ, ആ പരാതി അടിസ്ഥാനരഹിതമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു കുട്ടിയോട് കുറച്ചധികം താല്പര്യം കാണിച്ചുകൊണ്ട് പെരുമാറി. ആ പെരുമാറിയതിൽ അശ്ലീല ചുവയുള്ള ഒരക്ഷരം പോലും ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ അവസാനിപ്പിക്കും. പക്ഷേ ഇത് ആ രൂപത്തിലേക്ക് ഇങ്ങോട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തു. അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചു. പാർട്ടി അന്വേഷണ കമ്മീഷനെ കണ്ടെത്തിയതെന്താ? സംസാരിക്കുന്നതിനിടയിൽ ആ സംസാരത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇതാണ് പറഞ്ഞത്. എന്നെ എൻ്റെ നാട്ടുകാർക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, എൻ്റെ ബന്ധുക്കൾക്കറിയാം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ സഖാക്കൾക്കറിയാം. ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരുടെ ചില പ്രസംഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക്. ആരാടാ ശശിയേട്ടനെ വെല്ലുവിളിക്കാൻ, ശശിയേട്ടനെ പറ്റി തോന്നി? ഇതെല്ലാം പറഞ്ഞ ആളുകളാണ് പെട്ടെന്ന് വേറെ ചില ഓഫറുകൾ കയ്യിൽ കിട്ടിയപ്പോൾ നേരങ്ങ് തിരിഞ്ഞു വരുന്നത്. അതിനൊന്നും മറുപടി പറയാനൊന്നും ഞാൻ. പിന്നെ എന്തുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ഒരു നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു നടപടി എടുത്ത് തന്നെ തിരിച്ച് അതേ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, പാർട്ടി നേതൃത്വം തന്നെ ഇതിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പറഞ്ഞത് എന്താ വെച്ചാൽ, റിപ്പോർട്ടിംഗ് നടത്തി
അതൊരു ജാഗ്രതക്കുറവാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പീഡന ആരോപണമാണ് താങ്കൾക്കെതിരെ അല്ലല്ല, ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അടക്കമുള്ളവർ വീണ്ടും ചർച്ചയാക്കാൻ നീക്കം നടത്തുന്നത്. അവർ നടത്തിക്കോട്ടെ. അത് മാത്രമല്ല, വേറെയുണ്ട് ആരോപണങ്ങൾ. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എന്താ യൂണിവേഴ്സൽ കോളേജിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ആരോപണം എന്നെപ്പറ്റി പറഞ്ഞ ഈ നാട്ടിൽ എന്നെ അറിയുന്ന, ഈ കുടുംബത്തിനറിയുന്ന ആരെങ്കിലും അംഗീകരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ഓരോ സന്ദർഭത്തിലും ഇവിടെ വരുന്ന ആളുകൾക്ക് അങ്ങോട്ട് ചെയ്യുന്ന സഹായങ്ങളെപ്പറ്റി നല്ല ബോധവാന്മാരായ നാട്ടിലെ ജനങ്ങൾ. ആ ആരോപണമല്ലേ ഇപ്പോൾ ഒന്ന് ഉന്നയിച്ചത്? ശരിക്കും അന്ന് ഈ സുരേഷ് ബാബു സെക്രട്ടറി അല്ല, പിന്നെ ഇങ്ങനെ ഒരു പരാതി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാനിപ്പോൾ മുഴുവൻ കിടക്കുന്നില്ല. എൻ്റെ വളർച്ച പലരെയും ഭയപ്പെടുത്തി. ആ വളർച്ചയെ തടയാൻ എളുപ്പത്തിൽ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണിത്. അങ്ങനൊരു ഇത് വല്ലാതെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീരീഡിൽ എന്നെ മാറ്റി നിർത്തുകയും പിന്നീട് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്തു. പാർട്ടി ആ കാര്യത്തിലൊന്നും എന്നോട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നീതികേട് കാണിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നേവരെ. ഒരു നീതികേട് എന്നോട് കാണിച്ചിട്ടില്ല. ഒരു വിഷയം ഉയർന്നു വന്നു, ആ വിഷയം ഉയർന്നു വന്നതിനൊരു നടപടിയെടുത്തു. ആ നടപടിയുടെ ഒരു ഹ്രസ്വമായ നടപടി. ആ നടപടി എടുത്തു കഴിഞ്ഞ ഒരു കാലാവധി കൃത്യമായി കഴിഞ്ഞ ഉടൻ എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. അതൊരു വിശ്വാസം കൊണ്ടാണ്. ആ ജാഗ്രതക്കുറവ് ഉണ്ടായത് അറിയാതെ വന്നതാണോ? ആ ജാഗ്രതക്കുറവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു ദുഷ്ടലാക്കോട് കൂടി ഞാൻ പറഞ്ഞ, ഒരു മോശപ്പെട്ട ഉദ്ദേശത്തോടു കൂടി ഞാൻ പറഞ്ഞ കാര്യമല്ല. ഉണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയും. എൻ്റെ കയ്യിൽ ഒരു പെശക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ പെശക് നിങ്ങളോട് തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. അതിനൊക്കെയുള്ള ആർജവം, അതിനൊക്കെയുള്ള നല്ല ആരോഗ്യം എനിക്കുണ്ട്. ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഏത്? അങ്ങനെ ഒരു ഇഷ്യൂ റേസ് ചെയ്ത് കുറേ കാലം മാധ്യമങ്ങളോടൊന്നും അല്ല, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഈ പാർട്ടി നിർവഹിച്ചില്ല. ഇതിൻ്റെ പുറകിലുള്ള കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കണം, അതിനുത്തരവാദികളായ ആളുകളെ കണ്ടെത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ പാർട്ടി ചെയ്തില്ല. അതിലെനിക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം ഞാൻ എൻ്റെ ഘടകത്തിൽ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അതും ഒരു കലാപാക്കി മാറ്റാനൊന്നും ഞാൻ മെനക്കെട്ടില്ല. അതിൻ്റെ പിന്നിൽ ആളെയാണ് നേരത്തെ, അതൊന്നും എൻ്റെ പണിയല്ല. എനിക്കുള്ള പ്രതിഷേധം എൻ്റെ ഘടകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും അത് തീർച്ചയായിട്ടും പാർട്ടി അന്വേഷിക്കേണ്ടതായിരുന്നു. ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ വിക്റ്റിമായിട്ടുള്ള ആൾ എന്ന് എൻ്റെ പേരിൽ ആരോപണം വന്നു. ആരോപണ വിധേയനായ ഞാൻ പറയുന്നു അതിൻ്റെ പുറകിൽ കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസിയെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തണം ഈ പാർട്ടി. കുറ്റവാളികളെ കണ്ടുപിടിക്കണം. അവരെ തൂക്കിക്കൊല്ലണമെന്നും പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കണ്ടുപിടിക്കണം. അത് ആളുകൾ അറിയിക്കണം. ആ ജോലി പാർട്ടി ചെയ്തില്ല എന്ന വേദനയോടുകൂടിയുള്ള ഭിന്നത എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഘടകത്തിൽ പറഞ്ഞു. ആളുകളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആളുകൾക്കറിയാം. ഇന്ന് CPM നേതാക്കളൊക്കെ പറയുന്ന തറവാട്ടിൽ പിറന്ന സ്ത്രീകൾക്ക് ഇനി സമാധാനമായി ധൈര്യമായി പാർട്ടി ഓഫീസിൽ വരാം. അയാളുടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ഭാര്യ നിരന്തരം എന്നെ വന്ന് കാണുന്ന ആളാണ്. ആ സ്ത്രീയോട് ചോദിക്കണം അങ്ങനെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അവരോട് ചോദിക്കുകയാണ് നല്ലത്. അവരോട് ചോദിക്കുക. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇത് പറഞ്ഞത്. എന്നാണ് എനിക്ക് അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരന്തരം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, ഓഫീസിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വല്ല അനുഭവങ്ങളും അവർക്കുണ്ടായോ? നിങ്ങൾ പറഞ്ഞ ഈ അലിഗേഷനില്ലേ, അതെ, ഈ അലിഗേഷൻ്റെ സമയത്ത് നിയമസഭ സമ്മേളിക്കുകയാണ്. അതെ, മാധ്യമങ്ങൾ എന്താ പറയുക നിർത്തിപ്പൊരിക്കുകയാണ്. ആരെ? എന്നെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആ വേട്ടയാടുന്ന സമയത്തും ശശി ജനങ്ങൾക്കിടയിലാണ്. ഞാൻ ആക്ഷേപം വന്ന സമയത്തും എൻ്റെ നിയോജക മണ്ഡലത്തിലും മണ്ണാർക്കാടൊക്കെയുള്ള പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ ഞാൻ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു പ്രയാസവും, കാരണം എനിക്ക് മനസ്സാക്ഷി കുത്തില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്നൊരു തോന്നലുണ്ടെങ്കിലേ പ്രയാസം ഉണ്ടാവുള്ളൂ. എനിക്കൊരു മനസ്സാക്ഷി കുത്തുമില്ല. ആ മനസ്സാക്ഷി കുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ അന്നും നടപടിക്ക് ചെറിയ നടപടിയാണെങ്കിലും ഹ്രസ്വമായ നടപടിയാണെങ്കിലും ആ നടപടി എടുത്ത സന്ദർഭത്തിലും ഞാൻ ജനങ്ങളുമായി ഏറ്റവും നന്നായി ഇടപഴകിയ ആളാണ്. ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ശശിക്ക് കഴിയില്ല. അങ്ങനെ ജനങ്ങളിൽ നിന്ന് മാറി നിന്നു എന്ന് വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളണം, ശശി മരണപ്പെട്ടു എന്ന്. ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഈ നിമിഷം വരെയും നാളെയും ഞാൻ ജനങ്ങൾക്കിടയിലുണ്ടാവും. അത് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ല. പിണറായിയോട് പോലും ഇല്ല. കാരണം അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല.
ഒരു വല്ലാത്ത എന്താ പറയേണ്ടത്, ഒരു വല്ലാത്തൊരു ബന്ധം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. എന്നെ തള്ളിപ്പറഞ്ഞാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഒരു സ്നേഹം, ഒരടുപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ കഴിയില്ല. ഞാനുമായി ബന്ധപ്പെട്ട, എനിക്ക് ബന്ധമുള്ള ഒട്ടേറെ നേതാക്കന്മാർ CPIM-ലുണ്ട്. പിന്നെ എല്ലാവരുമായിട്ടും ഒരു നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുമായിട്ടും, അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ. ഇപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ താങ്കൾ സ്പിരിറ്റ് മാഫിയ ബന്ധമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സുരേഷ് ബാബു ആകട്ടെ ഒരു തെളിവും താങ്കളുടെ കയ്യിലില്ല, അദ്ദേഹം നിയമ നടപടിക്ക് പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമ നടപടിക്ക് പോകട്ടെ, അദ്ദേഹം നിയമ നടപടിയിലേക്ക് പോയിക്കോട്ടെ. വല്ല വിവരവും കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അതിൻ്റെ എല്ലാ കാര്യം ഇപ്പോൾ നമ്മൾ തമ്മിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. താങ്കളുടെ കയ്യിൽ അതിൻ്റെ ഒരു നിർണായകമായ അതല്ല, തെളിവുകൾ നമുക്ക് ഉണ്ടെന്ന് നോക്കാം. ഞാൻ അതിൻ്റെ വിവരങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടാവില്ലേ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം നിയമപരമായ നടപടി അങ്ങ് സ്വീകരിക്കട്ടെ. വാസ്തവത്തിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഏത് സ്പിരിറ്റ് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? നിങ്ങൾ ചിറ്റൂർ മേഖലയിൽ, ചിറ്റൂർ ഇയാളുടെ പഞ്ചായത്തായ പെരുമാട്ടി, തൊട്ടടുത്ത പഞ്ചായത്തുകൾ, അവിടെയുള്ള സാധാരണ മനുഷ്യനോട്, ഇയാളുടെ കൂലിക്ക് വെച്ച കുറേ പാർട്ടിക്കാരുണ്ട് അവിടെ, അവരോടല്ല, സാധാരണ മനുഷ്യരോട് നിങ്ങൾ ചോദിക്കൂ, ആരാ അവിടുത്തെ സ്പിരിറ്റിൻ്റെ മൊത്തം ഏജൻറ്റ്? നിങ്ങൾ അന്വേഷിക്കൂ. ദെൻ യു ഡിസൈഡ്. ഇത്ര ഫ്രാങ്കായിട്ടല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ചോളൂ. അദ്ദേഹം നിയമ നടപടിക്ക് പോയാൽ പിന്നെന്താ, നിയമ നടപടിയേക്ക് പോയാൽ അതിനെ നേരിടും. ആ സമയത്ത് തെളിവുണ്ടാവില്ലേ എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രശ്നമില്ലല്ലോ. ഒരു വെല്ലുവിളിയാണ്. പിന്നെന്താ സംശയം? വെറുതെ എന്തെങ്കിലും ഒരു കാര്യമൊന്നും ശശി പറയില്ല കേട്ടോ. ഞാനങ്ങനെ പറയുന്നയാളെയല്ല. ഞാനിതിൽ വളരെ തുറന്ന മനസ്സോടു കൂടിയുള്ള നിലപാടാണ് ഞാൻ സ്വീകരിക്കുന്നത്. എന്നാൽ കൗതുകരമായൊരു പോസ്റ്റ് ഡോക്ടർ സരിൻ്റെയാണ്. താങ്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ്. സരിനെ പറ്റിയൊന്നും ഒരു മറുപടി പറയാനുള്ള വലിപ്പമൊന്നും ഈ സരിൻ എന്ന് പറഞ്ഞവനില്ല. 9 ദിവസം മുമ്പ് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് 10ാമത്തെ ദിവസം AKG സെൻറ്ററിൽ പോയിട്ട് കഴുത്തിൽ മാലട്ട് വാങ്ങിയവനവൻ സീറ്റ് കിട്ടാൻ വേണ്ടി. ഇവന് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇവൻ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് പോയത്. എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ കാരണം. ഇവൻ ഏത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കും. ഇവനായിട്ട് എനിക്ക് ജീവിതത്തിലൊരു ബന്ധമില്ല. അവനൊന്നും ഞാൻ മറുപടി പറയാനുള്ള വലിപ്പം ഈ വിദ്വാനില്ല. ഇവൻ ആരുമല്ല. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കൂ? നിങ്ങൾ അങ്ങനെ എന്നോട് ചോദിക്കരുത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് പറയാം, ഞാൻ ഈ സംഭവങ്ങളാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എത്തൂല്ല എന്നല്ല. മഹാനായ EMSനെ ഞാൻ കോട്ട് ചെയ്തു. EMSൻ്റെ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്. EMS പറഞ്ഞു, രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുവില്ല, സ്ഥിരമായ ശത്രുവില്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. EMSൻ്റെ വാചക. ഏത് മണ്ഡലമായിരിക്കും ഫോക്കസ് ചെയ്യുക? അല്ല, രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുവില്ല, സ്ഥിരമായ ശത്രുവില്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലൊരു തീരുമാനവും ഞാൻ എടുത്തിട്ടില്ല. UDF നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. UDF നേതാക്കൾ നേരത്തെ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല, എന്നോട് ബന്ധപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ സംഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിക്കാരും ബന്ധപ്പെടും. ജീവിതത്തിൽ ഞാൻ അറിയുന്ന ചെയ്യാത്ത ഏതൊക്കെ പാർട്ടിക്കാർ, ഏതൊക്കെ പേരുകൾ, അവർ പോലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലെന്ന് UDF സ്വതന്ത്രനായി മത്സരിക്കും. ആളുകൾ ഏറ്റവും കൂടുതലിട്ട് പ്രവർത്തകരുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരു മണ്ഡലം ഷൊർണൂർ മണ്ഡലമാണ്. ഓക്കെ. ഒറ്റപ്പാലം എൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തുള്ള മണ്ഡലമാണ്. ഷൊർണൂരിനോടാണ് ഇഷ്ടം? അല്ല, അങ്ങനെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പറ്റി ഇത് ആലോചിച്ചിട്ടില്ല. കൂടുതൽ ബന്ധങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം UDF സ്വതന്ത്രനായി മത്സരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ആരോപണം, CPM നേതാക്കൾ പറയുന്ന ആരോപണം, തീവ്രത കുറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇനി, അതായത് താങ്കൾക്കെതിരായ പീഡനാരോപണത്തെക്കുറിച്ച് VD സതീശനും കുഞ്ഞാലിക്കുട്ടിക്ക് അടൂർ പ്രകാശനും ഒക്കെ ഇനി മറുപടി പറയേണ്ടി വരും. അതെന്താ വെച്ചാൽ ഇവർ പറയട്ടെ, ഇവരൊന്ന് ഉന്നയിക്കട്ടെ. ഇവരുന്നയിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരിച്ചു പറയാനുള്ള തെളിവുകൾ ഉണ്ടാവും. അപ്പോൾ ആ തെളിവ് നിങ്ങളുടെ കയ്യിലേക്കാണ് പുറത്തു വിടും. ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ പുറത്തു വിടും ആ തെളിവുകൾ. വിത്ത് എവിഡൻസ്, സോളിഡ് എവിഡൻസ് ഞാനത് ഔട്ട് ചെയ്യും. സ്പിരിറ്റ് കണക്ഷൻ
സ്പിരിറ്റ് മാത്രമൊന്നുമല്ല, നിങ്ങളീ പറഞ്ഞ പിന്നെ ഈ ഇല്ലജിറ്റിമേറ്റ് കണക്ഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ഔട്ട് ചെയ്യും. ആളുകളുടെ എയറിലേക്ക് ഞാൻ വിടും. അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പം എത്ര ആളുകളെ ഭീഷണിപ്പെടുത്തിയത് എന്താ? നിങ്ങൾ കൺവെൻഷനെ പറ്റി വിവരം അറിഞ്ഞോ? കൺവെൻഷനിൽ വന്നിരുന്ന ആളുകളെ അറിയോ നിങ്ങൾക്ക്? പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യനാണ്. താങ്കളുടെ ഈ നിലപാട് പാലക്കാട് ജില്ലയിലെ എത്ര മണ്ഡലങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും? ഒക്കെ ഞാൻ പറയാൻ പാടുമോ? നിങ്ങൾ പറയൂ. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു സാധാരണ പാർട്ടിക്കാരനല്ലേ, ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് താങ്കളുടെ ഒരു ഒബ്സർവേഷൻ എന്താ? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള, ഞാനിപ്പോൾ ഇത് പുറത്തുള്ള കാര്യങ്ങളല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭിപ്രായം, പിന്നെ ഇടതുപക്ഷ വിരുദ്ധമായ ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം ഈ ഒരാളുടെ കരിഷ്മയിലാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അത് മാത്രമാണ് പ്ലസ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്നാൽ നെഗറ്റീവായ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും LDFനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് ഓർഗനൈസേഷനെ നയിക്കാൻ പറ്റുന്നൊരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലീഡർഷിപ്പായിട്ട് കാണേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയല്ലേ. അതിപ്പോൾ യു തിങ്ക് വി ഡി സതീശനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വി ഡി സതീശൻ മാത്രമല്ല, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഇവരെല്ലാമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും ഇവരൊക്കെ കഴിവുള്ള നല്ല പാർലമെൻറ്റേറിയൻസ് ആണല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ആരെങ്കിലും വിളിച്ചോ? ഉന്നതരായ ആരെങ്കിലും? അത് വിളിക്കുമല്ലോ, സ്വാഭാവികമല്ല. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ CPM പാർട്ടിയിൽ. നേതാക്കൾ പിന്നെന്താ, എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലത്തെ ബന്ധം. ആരെങ്കിലും ഒരാൾ ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് അല്ല, അങ്ങനെ ഒരു വഴിയിലേക്ക് പോകരുത് എന്ന് പറയാൻ ഒരുപാട് നേതാക്കൾ ഉണ്ടായി, ഒരുപാട് നേതാക്കൾ ഉണ്ടായി. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പോഴും ഒരു തിരുത്തൽ ഞാൻ പ്രതീക്ഷിച്ചു, ഒരു തിരുത്തൽ. എനിക്ക് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ഈ പാർട്ടി നൽകുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, മറിച്ചുണ്ടായത്. അതായത് നടപടി എടുത്ത ഉടനെ എന്നോട് പറഞ്ഞത് ഒരു പരിപാടിക്കും പങ്കെടുക്കരുത്, എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. ഒരു പരിപാടിക്കും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം എന്താ? പരിപൂർണമായും ജനങ്ങളും ഞാനും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവണം. അതിന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എനിക്കങ്ങനെ ഇരിക്കാനേ കഴിയില്ലേ. ഒരു പാർട്ടി പ്രവർത്തകന് വേണ്ടത് ഈ ഓഫീസിൽ കുത്തിയിരിപ്പല്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങണം. ജനങ്ങളാണ് ശരി, അവനിൽ നിന്ന് പഠിക്കണം, അവനെ സഹായിക്കണം. അവർ നമ്മളിൽ നിന്നും പഠിക്കണം, നമ്മൾ അവരിൽ നിന്നും പഠിക്കണം. അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം.